രാവിലെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കും. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത് വളരെ കുറവാണ്. 94 മുതൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും 66 പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വളരെ വിരളമായിട്ട് പ്രസംഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ഉത്തമഗീതത്തിൽ നിന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ല. ആമേൻ. അതുകൊണ്ട് ആദ്യമായിട്ടാ ഞാൻ ഈ ഉത്തമഗീതം ഇങ്ങനെ എടുത്ത് പ്രസംഗിക്കുന്നത്. എന്നാലേ എന്താണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം? ഒരു കാവ്യ പുസ്തകമാണ്, ഒരു കാവ്യപരമായ പുസ്തകമാണ്. ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെ 5 പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങളാണ്. യെശയ്യാവ് മുതൽ മലാക്കി വരെ 17 പുസ്തകങ്ങൾ പ്രവാചക പുസ്തകങ്ങളാണ്. ആമേൻ, ആമേൻ. മലാക്കി കഴിഞ്ഞാൽ 4 സുവിശേഷങ്ങൾ, 14 ലേഖനങ്ങൾ പൗലോസ്, ഇതര ലേഖനങ്ങൾ, അതിൽ പത്രോസും യോഹന്നാനും യാക്കോബും യൂദായും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ. എന്നാൽ ഈ പഴയ നിയമത്തിലെ ഈ കാവ്യ പുസ്തകങ്ങളെല്ലാം വിവരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാനെയാണ്, അല്ലേ? എൻ്റെ പ്രിയന്, അല്ലേ? അവന് മറ്റുള്ളവരെക്കാൾ എന്താണ് പ്രത്യേകത? എന്താ പ്രത്യേകത? അവൻ വെണ്മയും ചുവപ്പുള്ളവൻ, അല്ലേ? അവൻ 10,000ങ്ങളിൽ സന്തുരൻ, അല്ലേ? 10,000 അതിസുന്ദരനായ ഈ ചരിത്രം ഉത്തമഗീതങ്ങളുടെ പുസ്തകം പറയുന്നത് വാഴ്ത്തപ്പെട്ടവനായ മശിഹയെ കുറിച്ചാണ്. ഒരു സ്വതന്ത്രം പറയാമോ? അല്ലേ? മശിഹയെ കുറിച്ച് അവൻ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ദൈവസഭയ്ക്ക് അനുമാനമായ ദൈവസഭയെ കുറിച്ച് പറയുന്നു, അവൾ കറുത്തവളാണെങ്കിലും എങ്ങനെയുള്ളവളാ? ഇരുൾ നിറമുള്ളവളാ, അല്ലേ? അവള് ശോഭയുള്ളതായി. അപ്പോ ദൈവസഭയെ കുറിച്ച് പറയുന്നു, അവൾ ഇരുൾ നിറമുള്ളവളാ, അവള് കറുത്ത നിറമുള്ളവളാ. എന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കറുത്തുപോയത് അല്പം വെയിലും ഒക്കെ കൊണ്ടാ കറുത്തുപോയത്. അപ്പൊ ഇവളോട് ചോദിക്കുക, അല്ല, നീ എന്നും നിന്റെ പ്രിയനെ കുറിച്ച് എന്നാ പാടുന്നേ? മറ്റുള്ളവരെക്കാൾ നിന്റെ പ്രിയന് എന്താ പ്രത്യേകത? അപ്പോ ഈ പ്രിയതമ പറയുക, എന്റെ പ്രിയനോ അവൻ 10,000ങ്ങളിൽ അതിസുന്ദരൻ. അപ്പൊ ഉത്തമഗീത പുസ്തകത്തിന്റെ ആ ശൈലി മനസ്സിലായോ? പ്രിയനും ആമേൻ മണവാട്ടിയും, അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ദൈവസഭ അല്ലെങ്കിൽ മണവാളനാകുന്ന യേശു, ഇത് രണ്ടും നിങ്ങൾ ചേർന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ വായിച്ച വാക്യം എന്നോടും നിങ്ങളോടുമുള്ള ഒരു പ്രവാചക ദൂതാണ്. എന്താണ് ആ ദൂത്? യേശു ക്രിസ്തു ജനിക്കുന്നതിന് 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈ ശലോമോൻ ഇസ്രായേലിന്റെ ആമേൻ അനുഗ്രഹീത ഒരു രാജാവാണ്. അനുഗ്രഹീത രാജാവാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യെരുശലേം ദൈവാലയം പണിതതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു. ചെറുതായിട്ട് യെരുശലേം ദൈവാലയത്തിന് പണിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു. വായിക്കണം കേട്ടോ, വായിക്കണം. നമ്മുടെ തലമണ്ട പോവും യെരുശലേം ദൈവാലയത്തെ കുറിച്ച്. ആമേൻ. ഒരൊറ്റ വർഷം തന്നെ 22 10 കിലോ സ്വർണമാണ് ആമേൻ ശലോമോൻ ആലയം പണിയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നത്. സ്വത്രം, അല്ലേ? ആലയം പണിയാൻ വേണ്ടി കൂട്ടിയത്. ഉലകത്തിൽ ഇന്ന് വരെ ആരും പണിതിട്ടില്ലാത്ത, ആർക്കും പണിയാൻ കഴിയാത്തതുമായ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു മഹാദേവാലയം ശലോമോൻ പണിതു. എവിടെ? യെരുശലേമിൽ. സ്തോത്രം. അതിന്റെ യാഗം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അതിന്റെ തൂണുകൾ മുഴുവൻ സ്വർണ്ണ പാളികൾ കൊണ്ട് നിറഞ്ഞു. എന്തിന്? സ്വർണം ആലയത്തിനകത്ത് അടിപ്പ് പണിയായി ആമേൻ ചുവരിലും ആമേൻ നിലത്തുമെല്ലാം അടിപ്പ് പണിയായി പണി ചെയ്യിക്കേണ്ടതിന് ഇസ്രായേലിൽ ആരുമില്ലാഞ്ഞിട്ട് ഹീരാം എന്ന് പറഞ്ഞ ഒരുത്തനെ അപ്പുറത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ നേതൃത്വത്തിൽ സ്വർണം ഉരുക്കി വെള്ളമാക്കി അടിപ്പ് പണി പോലെ പേപ്പർ പോലെ പരത്തിയിട്ട് അത് മുഴുവൻ ആലയം മുഴുവൻ നിറച്ചു. ദൈവ സാന്നിധ്യം ആലയത്തിൽ ഇറങ്ങി വരുമ്പോൾ ഈ സ്വർണം പൂശി ആലയത്തിനകത്ത് തേജസ് പ്രതിബിംബിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും ഗംഭീരമായിരുന്നു യെരുശലേം ദൈവാലയം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇനി ആ യെരുശലേം ദൈവാലയത്തെ കുറിച്ച് പണിതപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. പാറയിൽ നിന്ന് നമ്മൾ പണിയാൻ ഉപയോഗിക്കുന്ന കല്ലല്ല
ഇഷ്ടികയല്ല, ചെങ്കല്ലല്ല, വെട്ടുകല്ല്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെട്ടുകല്ലെന്ന് പറയുമ്പോൾ ചെങ്കല്ലല്ല. പകരം പാറയിൽ നിന്നും ഏകദേശം 20 ടണ്ണോളം വെയിറ്റുള്ള വലിയ കല്ല് മടയിൽ നിന്ന് പാറയിടുക്കിൽ നിന്ന് വെട്ടി. ഇനി ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതങ്ങൾക്ക് ചുറ്റും കിടക്കുന്നതാ. അവിടെ നിന്നെല്ലാം ഈ വെട്ടുന്ന പാറക്കഷണം ആലയം വരെ എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പൊക്കളില്ല, ലോറിയില്ല, വണ്ടിയില്ല. പിന്നെ ഇത് തോളത്ത് ചുമന്നും പർവ്വതം മുതൽ യെരൂശലേം വരെ തെരുവിൽ തടികൾ ഉരുട്ടിയിട്ട് ആ തടികളുടെ മണ്ട കല്ല് കയറ്റി വെച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ആലയം പണിക്ക് വേണ്ടി ശലോമോൻ ഉപയോഗിച്ചത്. ആമേൻ. അന്ന് ആലയം പണിതവർക്ക് നല്ലവണ്ണം കൂലി കൊടുത്തു. ഒരു പറ്റം അടിമകളെ ആഹാരം കൊടുത്ത് പണിയിപ്പിച്ചു. യെരൂശലേം ദൈവാലയത്തിന് പണി ഗംഭീരമായിരുന്നു. ഈ മനുഷ്യന് ദൈവം കൊടുത്ത ജ്ഞാനമനുസരിച്ച്, ദൈവം കൊടുത്ത പണം കൊണ്ട്, ദൈവം കൊടുത്ത കഴിവ് കൊണ്ട് മറ്റാരും ചെയ്യാത്തതുപോലെ താൻ ചെയ്തു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പക്ഷേ ഇനി ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? യെരൂശലേം ദൈവാലയം പണിത ശലോമോന്റെ പേര് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടികക്കകത്തില്ല. സ്വതന്ത്രം. അപ്പോൾ ഒരു കാര്യം എനിക്ക് ദൈവത്തിന് മനസ്സിലായി. നിങ്ങൾ കൊടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ, നിങ്ങൾ ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ, നിങ്ങളിടുന്ന ഓഫറിങ്ങിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ നിർത്തുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തോടുള്ള അബാധ്യമായ ബന്ധവും ദൈവിക വിശുദ്ധിയും ദൈവത്തോടുള്ള കടപ്പാടുകളും മനസ്സിലാക്കി ദൈവിക ഇടപെടലിൽ നിൽക്കുന്നവന് മാത്രമേ അവസാനത്തോളം നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു ദൂതുണ്ട്. നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം നല്ലതായിരിക്കട്ടെ. ആരംഭം അല്പം പ്രശ്നമുണ്ടാകാം, പക്ഷെ നിന്റെ ഒടുക്കം ഏറ്റവും നല്ലതായിരിക്കട്ടെ. മാറരുത്. ഇന്നെനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭയമുണ്ട് കുഞ്ഞെ, ഭയമുണ്ട്. ഞാൻ ചെയ്യുന്നതിന് വെളിച്ചത്തിലല്ല ദൈവം എനിക്ക് മാർക്കിടുന്നത്, പകരം എൻ്റെ ജീവിതമാണ് എൻ്റെ ദൈവം എടുത്തു നോക്കുന്നത്. സ്വതന്ത്രം പറയാമോ? എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് കർത്താവ് അത് കാണിക്കട്ടെ, കർത്താവ് ഇത് ഇടട്ടെ. കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പൊ ഈ ശലോമോൻ ഒരു മെസ്സേജ് നമുക്ക് കൈമാറി. എന്താണ്? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ മരുഭൂമിയിൽ, എല്ലാരും നോക്കിക്കേ, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ എന്ത് ചെയ്യുന്നു? ചാരിക്കൊണ്ട് വരുന്ന ഇവൾ ആരാണവൾ? ആരാണവൾ? അല്ല, ആരാണവൾ? ആ വാക്യം വായിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരിക്കും വായിക്കണം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? ചോദ്യമാ. ആരാ ഇവൾ? സഭ. ആരാണ് സഭ? മക്കളെ നോക്കിക്കോ. സഭ, ചർച്ച്, ദൈവസഭ എവിടെയാ? മരുഭൂമിയിൽ. ദൈവസഭ എവിടെയാ? മരുഭൂമി. ദൈവവാസം പറഞ്ഞാ കൃത്യം. ദൈവസഭ എവിടെയാ? മരുഭൂമിയിലാ. നാം ആയിരിക്കുന്ന മരുഭൂമിയിലാ. ദൈവസഭ നിൽക്കുന്നത് മരുഭൂമിയിലാ. മരുഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുടെ നടുവിലാ സഭ നിൽക്കുന്നത്. മരുഭൂമിയുടെ സാഹചര്യത്തിൽ നിൽക്കുന്ന ദൈവസഭ ഈ മരുഭൂപ്രയാണ യാത്രയിൽ തകർന്നു പോകാതിരിപ്പാൻ പ്രസ്ഥാനത്തിൽ ചാരരുത്, ദൈവദാസനി ചാരരുത്, സംഘടന ചാരരുത്, നിന്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുവിശ്വാസി ചാരരുത്, നിനക്ക് ആയുസ്സും പണം തരുന്നവനെ ചാരരുത്. നിനക്ക് ചാരാൻ ഉലകത്തിൽ ഒരാളെ ഉള്ളൂ, അത് വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാനാണ്. നീ ചാരേണ്ടത് അവനിൽ മാത്രമാണ്. ചാരണം, അവനിൽ വേണം ചാരാൻ, അവനിലെ ചാരാവൂ. സ്തോത്രം. ഇവക്ക് ചാരാൻ ഒരാളുണ്ട്. ദൈവമക്കളെ, ഇന്നത്തെ വേദ പഠനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ദൈവസഭ നിൽക്കുന്നത് പട്ടുമെത്തയിലല്ല. അല്ല, ദൈവസഭ നിൽക്കുന്നത് എവിടെയാ? മരുഭൂമിയിലാണ്. മരുഭൂമിക്ക് അനുവാദമായ ഒരു യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. തെളിവ് വേണോ? പഴയ നിയമ ദൈവസഭ എവിടെയായിരുന്നു? വായിക്കാം.
അന്നത്തെ ഒന്നാമത്തെ രക്തസാക്ഷിയായ അല്ലേ, രക്തസാക്ഷി മരണം കൈവരിച്ച ആമേൻ അപ്പോസ്തല ശ്രേഷ്ഠന്മാരിൽ ഒരു ദൈവമനുഷ്യൻ സ്തെഫാനോസിന്റെ പ്രസംഗം ഇസ്രായേൽ മക്കളെ കുറിച്ച. എല്ലാവരും ഒന്നെടുത്ത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 38-ാം വാക്യം വായിച്ചോ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നു. നമ്മുടെ പിതാക്കന്മാരോട് കൂടെ മരുഭൂമിയിലെ സഭയിൽ. അപ്പോ ആദിമസഭ എവിടെയായിരുന്നു? മരുഭൂമിയിൽ. ആദിമസഭ 40 വർഷം എവിടെയായിരുന്നു? എല്ലാരും പറഞ്ഞ മക്കളെ, മരുഭൂമിയിലായിരുന്നു. ഞാൻ നിങ്ങളോട് ഇനി വ്യക്തിപരമായി ഒരു ദൂത് പറയുക. എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു 2 നിമിഷം. മരുഭൂമിയിൽ അവരെവിടെയായിരുന്നു? അവിടെ യാത്രയിൽ അവര് ഏത് വഴിയാ പോയത്? മരുഭൂമിയിലൂടെയാ പോയത്. ഞാന് പറയുന്നൊരു വാക്യം നിങ്ങൾ മറക്കാതിരിക്കാൻ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സ്വന്തം സന്തതി അന്യദേശത്ത് 400 സംവത്സരം എന്തായിരിക്കും? അടിമയായിരിക്കും. അതിനുശേഷം ഞാൻ അവരെ സന്ദർശിക്കും. ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. വാഗ്ദത്ത കനാനിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. പാലും തേനും ഒഴുകുന്ന സ്ഥലം ഞാൻ അവർക്ക് കൊടുക്കും. ഒരു ആമേൻ പറയാമോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കിനകത്ത് എവിടെയെങ്കിലും മരുഭൂമി ഉണ്ടോ? ശ്രദ്ധിച്ചോ. ഞാൻ അവരെ എവിടെ എത്തിക്കും? കനാനിൽ. കനാന്റെ പ്രത്യേകത എന്നാ? അല്ല, പാലും തേനും ഒഴുകുന്ന സ്ഥലം. ഞാൻ അവരെ കൊണ്ടുപോകും. ഇത് കേട്ട് വിടുവിക്കാൻ ഇറങ്ങി വന്ന മോശ പറഞ്ഞു, ഞാൻ വന്നത് അപ്പൻ പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ. റെഡിയായിക്കോ. അങ്ങനെ കനാനിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ച ഇവരോട് ദൈവം വഴിവെട്ടി മാറ്റി. 7 ദിവസം കൊണ്ട് കനാനിൽ എത്തേണ്ട ഇവരെ 40 വർഷം ചെങ്കടൽ തീരത്തേക്ക് നടത്തി. 2 കുത്തായി നിൽക്കുന്ന പർവ്വത നിരകളുടെ നടുക്ക് കൊണ്ടുവന്ന് ഇവരെ ലോക്കാക്കി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം. ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം വഴി തുറന്നില്ലെങ്കിൽ ഇവിടെ മരിച്ചു വീഴും. ഇവരെ വഴി തുറന്ന് ദൈവം കയറ്റിയത് പട്ടുമെത്തക്കകത്തല്ല, പകരം എവിടെയാ? മരുഭൂമിയില. എന്റെ ചോദ്യം, പഴയ നിയമത്തിലെ ഈ ഭാഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഒരു മുൻകുറിയാണെങ്കിൽ, വിശ്വാസ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്ന ദൈവ പൈതലെ, നീ കാലെടുത്ത് വെക്കുന്നത് ആമൻ യൂറോപ്പും USA ഒന്നുമല്ല. നീ കാലെടുത്ത് വെക്കുന്നത് മരുഭൂമിയിലാ കാലെടുത്ത് വെക്കുന്നത്. ഇനി ദൈവം അവരോട് പറയുക, ഞാൻ നിങ്ങളെ മരുഭൂമി വഴിയാണ് കനാനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണം ഇറങ്ങുമോ? മുന്നിൽ കാണിച്ചത് കനാന, പക്ഷെ നടത്തിയത് മരുഭൂമിയിലൂടെയാ. പക്ഷെ ഒറ്റ ഗ്യാരണ്ടി, മരുഭൂമിയിൽ നിനക്ക് ചാരാൻ ഞാൻ കൂടെ ഉണ്ടാകും. ആ മരുഭൂമിയിലെ ചൂട് നീ അറിയത്തില്ല. ആ മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റ് നീ അറിയത്തില്ല. ആ മരുഭൂമിയിലെ അഗ്നി സർപ്പം നിന്നെ തൊടത്തില്ല. ഒരു മരുഭൂമിയുടെ ഒരു ചൂടും, മരുഭൂമിയുടെ ഒരു പൊടിക്കാറ്റും, മരുഭൂമിയുടെ യാതൊരു ആധനയും നിന്നെ തൊടത്തില്ല. കാരണം നിനക്ക് ചാരാൻ നിന്റെ കൂടെ എന്നാലും ഞാൻ ഉണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്നത്തെ നമ്മുടെ മെസ്സേജ് അതാണ്. ഒരു ദൈവ പൈതൽ മരുഭൂമി സമാനമായ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. മരുഭൂമിക്ക് സമാനമായ ചില പ്രശ്നങ്ങളിലൂടെ നീ കടക്കേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ തന്റെ ഇടത്തോടെ പറയണ, മരുഭൂമിയെ മലർവാടിവാക്കാൻ എന്റെ പ്രിയൻ എന്റെ കൂടെയുണ്ട്. അവനിൽ ഞാൻ ചാരും. എനിക്ക് ചാരാൻ ആരും വേണ്ട. ഈ ലോകം എനിക്ക് വേണ്ട. ഈ ലോകത്തിന് ഇമ്പം എനിക്ക് വേണ്ട. ലോകത്തിന് മനുഷ്യൻ എനിക്ക് വേണ്ട. എനിക്ക് ചാരാൻ ഒരാളുണ്ട്. അതെന്റെ യേശുവാണ്.
ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ധൈര്യപ്പെടണം. വരട്ടെ ദൈവദാസന്മാരെ, മരുഭൂമി വരട്ടെ, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി നിന്നെ വഴി നടത്താൻ കഴിവുള്ള ഒരഖിലാണ്ടത്തിന്റെ ദൈവം നിനക്കുണ്ട്. നീ അവനെ വേണം ചാരാൻ. ആമേൻ. ഇപ്പോഴത്തെ വിഷയം എന്താണെന്നറിയോ? ആരും എന്നോട് പണങ്ങല്ലേ. ലൈവിൽ കാണുന്ന ആരും ഇതിന് ശേഷം പൊങ്കാല ഇടാൻ ഇങ്ങോട്ട് വരണ്ട. ആമേൻ. ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് ഞാനോടും. ആമേൻ. ഇപ്പൊ ദൈവസഭ ക്രിസ്തുവിൽ ചാരാതെ പലരും ചാരിക്കൊണ്ടിരിക്കുക. ലോകത്തിലേക്ക് ചാരുന്നു, ലോകമയത്തിലേക്ക് ചാടുന്നു, അധികാരങ്ങളിലും അധികാര കസയിലേക്കും ചാടുന്നു, നേതാക്കന്മാരിലേക്കും നേതാക്കന്മാരുടെ ഗോത്രങ്ങളിലേക്കും ചാരുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തോ, ഇവർ ചാരിയാൽ ഇവരെല്ലാം നിന്നെ ഇട്ടിട്ട് പോകും. നിത്യത വരെ നിന്നെ ഇടാത്ത ഒരുവനുണ്ട്. നിത്യത വരെ നിന്നെ ഇടുന്ന ഒരുവനുണ്ട്. നിത്യത വരെ ഇടുന്ന ഈ ചാരുന്നവരെല്ലാം വിട്ടുമാറും. ഈ ചാരുന്നവരെല്ലാം നമ്മെ ഇട്ടിട്ട് പോകും. കരമടിച്ചൊരു ഹല്ലേലൂയ പറ. ഇവരിൽ ഒന്നുമല്ല നമ്മൾ ചാരുന്നത്. ഈ ലോകമയത്വമായ അധികാരത്തിലല്ല നാം ചാരുന്നത്. പകരം നമ്മൾ ചാരുന്നത് യേശു ക്രിസ്തുവിലോ. ഹല്ലേലൂയ. മടങ്ങി വരണം ദൈവദാസന്മാരെ, മടങ്ങി വരണം. ഹല്ലേലൂയ. വെള്ള കണ്ടാൽ വെള്ളയുടെ കൂടെ ചാരാനല്ല. ആമേൻ. പിന്നെ ഏതെങ്കിലും കൊടിയുടെ ബലത്തിൽ, ഏതെങ്കിലും വടിയുടെ ബലത്തിൽ ചാരുന്നവരല്ല ദൈവസഭ. ദൈവസഭ അന്നും ഇന്നും മരുഭൂമിയില്ല. അവർക്ക് ചാരാൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനാ. കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. നമുക്ക് ചാരാൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. ഈ നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ ഈ സഭ ഒന്നും അറിയാതെ, ഇപ്പോഴത്തെ ആളുകൾ ഈ ചർച്ച എന്താണെന്നും അറിയാതെ കുറേയൊക്കെ ഈ ലോകമയത്തിലോട്ടും ഈ കുറച്ചങ്ങ് വഴുതി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് വേണ്ട. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം, അവൻ്റെ ദാസന്മാർ നമ്മൾ എഴുന്നേറ്റ് പണിയും. ആര് ഭരിച്ചാലും ആര് ജയിച്ചാലും നിങ്ങൾ ഇനി അതിൻ്റെ പേരെ കൊടിയും പിടിച്ച് നടന്ന് ഇല്ലാത്ത വിഷയമൊന്നും ഉണ്ടാക്കി ഇതിൻ്റെ പുറകെ ഈ പപ്പും തൂവലും വെച്ച് ഇല്ലാത്ത ബഹളമൊന്നും കാണിച്ച് നീ നിന്റെ കൃപ നഷ്ടപ്പെടുത്തരുത്. ഇവരൊന്നും ഒന്നും ചെയ്യത്തില്ല. ചെയ്യുന്നത് തമ്പുരാൻ മാത്രമേ ഉണ്ടാകൂ. ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഈ ഞാൻ ഒരു കാര്യം പറയാ. ഈ കഴിഞ്ഞ ദിവസം ഒരാള് എന്നോട് പറഞ്ഞു, പാർട്ടിക്കൊക്കെ പാർട്ടിയില്ല, നേതാക്കന്മാർ. നിങ്ങൾ ആരാ പറഞ്ഞ പാർട്ടിയില്ലെന്ന്? ആരാ പറഞ്ഞ? എന്നാ പറഞ്ഞാ നിങ്ങളൊക്കെ ഈ പാർട്ടിയും എന്ന് പറഞ്ഞ് അടക്കുന്നതിന് മുമ്പ് 8 മക്കള് ആമൻ ഒരു പാർട്ടിക്ക് വേണ്ടി ചങ്ക കൊടുത്തവരാ. എന്റെ ചേട്ടനായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി, എന്റെ ചേട്ടനായിരുന്നു ലോക്കൽ സെക്രട്ടറി. ആമൻ. ഫിഷറീസിന്റെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ യൂണിയൻ പ്രസിഡന്റ്. എന്നിട്ട് വേദികളിൽ ആമൻ ഒരു പാർട്ടിക്ക് വേണ്ടി ചങ്ക തുറന്നവനാ. പക്ഷെ ആസ്മ അടിച്ച് വലിച്ചിട്ട് ഒരെണ്ണം ഇല്ലായിരുന്നു. എന്റെ ചേച്ചി കൂടി ഇരിപ്പുണ്ട്. ജനൽ കമ്പിയെ പിടിച്ച് ഒരെണ്ണം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ചേട്ടനെ കിട്ടിയിട്ടില്ല. ചേച്ചി ചോദിക്ക്, ഞങ്ങൾ ചേട്ടനെ അന്വേഷിക്കുമ്പോ ചേട്ടൻ തിരുവനന്തപുരത്താ. എന്താ ധർണ? ഞങ്ങൾ ചേട്ടനെ വിളിക്കുമ്പോ ചേട്ടനില്ല. പിക്കറ്റിംഗ്. ഉറങ്ങാത്ത രാത്രി അപ്പൻ പിക്കറ്റിംഗ് നടത്തി പൊങ്ങുമായി ജാമ്യത്തിൽ ഇറക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇല്ലാഞ്ഞെന്ന്? ഞങ്ങൾ നിന്നതാ 8 ഒരു പാർട്ടിക്ക് വേണ്ടി. വലിച്ചിട്ടൊരുത്തനില്ലായിരുന്നു വലിച്ചെന്ന് വിടിയിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സഹോദരിമാർ, TPM-ലെ 2 സഹോദരിമാർ കോസ്റ്റൽ ഏരിയ സുവിശേഷം പറഞ്ഞു പോയ വെള്ളം കൊടുത്തു. ജനൽ കമ്പിന്ന് വലിക്കുന്ന ചേട്ടനെ കണ്ടിട്ട് എന്നാ സഹോദരായി വലിക്കുന്നേ? ആസ്മയാന്ന് പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എനിക്ക് ദൈവമില്ല. ഞാൻ 2 പ്രാവശ്യം പള്ളി പോയിട്ടുള്ളൂ. 1 എൻ്റെ ജ്ഞാനസ്നാനത്തിൽ, 2 എൻ്റെ കല്യാണത്തിൽ. ആ വന്ന സഹോദരി പറഞ്ഞപ്പോ മനസ്സിലായി പാർട്ടി ഏതാന്ന്. എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിച്ചു. ബെല്ലിട്ട് നിർത്തിയതുപോലെ ആസ്മ അവിടെ നിന്നു.
മൂത്ത പുള്ളി ആർക്കും മാറ്റാൻ പറ്റാതെ എന്നും മെമ്മോറാണ്ടം എന്നും പെറ്റീഷൻ എഴുതുന്ന ചേട്ടന്റെ കയ്യിൽ ബൈബിള് കണ്ടു ഞങ്ങൾ. ആ ചേട്ടൻ നിമിത്തമാ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നേ. ഒരു ഹല്ലേലൂയ പറ. ആ ചേട്ടനാ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ചാരാൻ നിക്കല്ലേ. ഈ ചാരുന്നവരെല്ലാം നിന്നെ വിട്ട് മാറും. പക്ഷെ മാറാത്ത ഒരുവന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാ. നിന്റെ ദേഹം ക്ഷയിച്ചാലും, നിന്റെ ആരോഗ്യം പോയാലും, നിന്റെ പണം നഷ്ടപ്പെട്ടാലും, നിന്റെ ഫേഴ്സ് കാലിയായാലും നഷ്ടമാകാത്ത ചിലത്. സ്വത്രം. എന്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടു എന്റെ വീടിന്റെ കൊച്ചുമുറി 12-ലധികം പാർട്ടിക്കാരെ ഒളിപ്പിക്കുന്ന ഒരു കൊച്ചുമുറി എന്റെ വീട്ടിലുണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു മുറി. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾക്കൊന്നും ഇതില്ലാതെ വന്നതല്ല. ഇതൊക്കെ ഉള്ള പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങളും ഈ പുസ്തകം എടുത്തിറങ്ങിയത്. എന്നാൽ 94 മുതൽ ഇന്ന് വരെ ഈ ചാര്യവൻ ഞങ്ങൾ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഇന്ന് പകൽ ആത്മാവി പറയുക, നിന്നെ ചതിക്കാത്ത ഒരുവനുണ്ട്, അവന്റെ മേച്ചാര്. നിന്നെ ചതിക്കാത്ത ഒരുവനുണ്ട്, അവന്റെ മേച്ചാര്. അവൻ നിന്നെ ചതിക്കത്തില്ല. ആര് ചതിച്ചാലും അവൻ നിന്നെ ചതിക്കത്തില്ല. അതുകൊണ്ടാ ബൈബിള് പറയുന്നത്, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേച്ചാരിക്കൊണ്ടുവരുന്ന ഇവൾ മരുഭൂമിയിലാ നിൽക്കുന്നത്. പക്ഷെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റാൻ എനിക്കൊരുവൻ ഉണ്ട്. അവന്റെ പേര് ദൈവസഭ. ഒരുമിച്ചൊന്ന് പറ, അവന്റെ പേര് എത്ര? യേശു. ഹല്ലേലൂയ. ഓ, പ്രിയന്റെ മേ ചാരിയാ നിൽക്കുന്നേ. നമ്മളെല്ലാം ആരുടെ മേ ചാരിയാ നിൽക്കുന്നേ? ഓ, ഒരു അല്ലെന്ന് പറഞ്ഞു. ഇവിടെ ആരുടെ മേ ചാരിയാലും മക്കളെ നമ്മളെ ചതിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തോട്ട് പോയത് ട്രാൻസ്പോർട്ട് ബസ്സില്ല. 2 ദിവസമായി ഉറങ്ങിയിട്ട് സീറ്റ് കിട്ടിയില്ല. വൈറ്റില്ലെന്നാ കയറിയത്. ഞാനിങ്ങനെ കമ്പിയെ തൂങ്ങി നിൽക്കുക. ആ കമ്പിയെ തൂങ്ങി നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരുത്തനുണ്ട്. അറിയാതെ ഉറക്കം കൊണ്ട് പുള്ളിയുടെ മേച്ചാരി. അയാളെപ്പോലെ ദുഷ്ടൻ ഈ ലോകത്തില്ല. ആരുടെ ടോളിന്റെ അവിടെ വന്നപ്പോൾ ഒറ്റ മാറ്റം, ഒറ്റ കൈവിടലും. ദൈവഭാഗ്യം കൊണ്ട് നെറ്റി അടിച്ചു പൊട്ടിയില്ല. ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പോൾ എന്നോട് ചോദിക്കുക, എന്നെന്തിനാ ചാരുന്നതെന്ന്. ഞാൻ സോറി സാറേ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. താൻ എവിടെയെങ്കിലും പോയി ചാരി, എൻ്റെ മേത്തോട്ട് ചാരുന്ന എന്തിനാ? അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എവിടെ എങ്ങനെയൊക്കെ ചാരിയാലും നിന്റെ ഭാരമൊന്നും അവന് താങ്ങാനൊക്കത്തില്ല. അവൻ നിന്നെ തള്ളും. പക്ഷെ നിന്നെയും നിന്റെ കുടുംബത്തിന്റെയും ഭാരം മുഴുവൻ ചാരിയാലും വഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അവൻ നിന്നെ കൈവിടത്തില്ലെന്നേ, അവൻ മാറിക്കളയത്തില്ലെന്നേ. എത്ര ഭാരം വന്നാലും, എത്ര വേദന വന്നാലും, എത്ര നെടുവീർപ്പ് വന്നാലും അവൻ നിന്നെ വിട്ടു മാറുകയില്ല. ചാരണമെങ്കിൽ അവനെ ചാര്, അവനെ ചാര്, അവനെ ചാര്. സഹോദര സഹോദരി, അവനെ ചാര്. 2-3 പേരോട് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, ചാരണമെങ്കിൽ യേശുവിൽ ചാരണം. ഹല്ലേലൂയ. ഓ, ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഞാന് രാവിലെ പറയാത്ത ഒരു മെസ്സേജ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. കാരണം നിങ്ങൾ എന്തോ സ്പെഷ്യലാ. രാവിലെ പറയാത്തൊരു ദൂത് ഇപ്പൊ ദൈവം എനിക്ക് തരുന്നു. എന്നാന്നറിയോ? ഇത് ഞാൻ രാവിലെ പറഞ്ഞില്ല, ഇപ്പൊ ദൈവം തരുന്നു. ഈ 12 ശിഷ്യന്മാരിലെ ഒരാള് മാത്രം ചാരിക്കിടന്നു. ആരാ പേര്? യോഹന്നാൻ. 11 പേർക്ക് എന്നെ കുശുമ്പായിരുന്നു, നമ്മളെ പോലെ അതല്ലെന്ന് പറഞ്ഞു അല്ലേ? എന്തൊരു അസൂയായിരുന്നു. വീട്ടിൽ ചെന്നാൽ, മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അവർക്ക് പറയാൻ ഒരാളെ കുറിച്ചേ ഉള്ളൂ. ആരെ കുറിച്ച്? പത്രോസ് വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ ചോദിക്കും, എങ്ങനെയായിരുന്നു ഉപവാസ പ്രാർത്ഥന? ഉപവാസ പ്രാർത്ഥനയൊക്കെ നല്ല. എന്നാലും അവന്റെ അഹങ്കാരം. ആരുടെ? അന്ത്രയോസും അവനൊക്കെ വീട്ടിൽ ചെന്നപ്പോ യോഹന്നാനും യാക്കോബി എന്നപ്പോൾ ആ സെബദി അവൻ ചോദിച്ചു, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഫാസ്റ്റിംഗ് പ്രയർ? അപ്പൊ ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ നല്ലതാപ്പാ. പിന്നെ അവന്റെ ആ ഇരിപ്പ്, എപ്പോ നോക്കിയാലും പാസ്റ്റിന്റെ മേത്ത് ചാരിയുള്ള ഒരു ഇരിപ്പ്. മക്കളെ കൂടുതലൊന്നും ചാരാൻ വരല്ലേ, അസൂയ ഉള്ളവരുണ്ട്. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞു. സ്വത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച ഞാൻ കോട്ടയത്ത് മീറ്റിങ്ങിന് ചെന്നപ്പോ അവർ നമ്മുടെ ലൈവിലുണ്ട്. അച്ഛാ സ്വത്രം.
അതെ, അവിടെ മീറ്റിങ്ങിന് ചെന്നപ്പോ അച്ഛൻ ഓടി വന്ന്, മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, ബിജു പാസ്റ്റേ, ഞാൻ ചെന്ന പറ്റി, എൻ്റെ അമ്മാവൻ പാസ്റ്റർ, 38 വർഷമായി അമ്മാവന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നു, പക്ഷെ ഇതുവരെ കേൾക്കാത്തൊരു തോട്ട്സ് ഞാൻ കേട്ടു. ഞാൻ ചെന്ന പറ്റി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഈവിൾ ഐ എന്ന്. പുള്ളിവരെ എന്നാ ദൂത ഭാഷ, ഈവിൾ ഐ ഭാഷയെ വിടക്ക് കണ്ണ്. ഇത് ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനൊരു കണ്ണുണ്ടെന്ന്. എൻ്റെ പൊന്നു ഭാഷയെ ഞാനും നിർത്തി. അപ്പോ ആ മെസ്സേജ് ഒരുപാട് പേർക്ക് ഗുണമായി. ഒരു അല്ലേലു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് നല്ല ഷർട്ടൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ ഇടാറില്ല. നിങ്ങൾ എന്തിനാ കണ്ണ് വെക്കുന്ന വെച്ചിട്ട്? ഇപ്പം അത് കാരണം ഞാൻ വന്നിട്ടും, മറ്റേത് ഞാൻ അവിടെ നിന്ന് മാറുമ്പോൾ ഇവിടെ വന്നിട്ട് മാറും, പക്ഷെ ഇന്ന് മാറിയില്ല. ശരി, വേർതിരിക്കട്ടെ എന്ന് കരുതി. എന്തോ വേണ്ട, എന്തിനാ സ്വത്രം ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞ്, എന്തിനാ അല്ലേ സുവിശേട്ടാ, വെറുതെ സ്വത്രം. പണ്ട് എൻ്റെ വീട്ടിലെ വിൽസം പറ, എൻ്റെ വീട്ടിലൊരു പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഉരുളക്കിഴങ്ങ് കറി ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഉരുളക്കിഴങ്ങ് കറി കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, വെറുതെ കയറുന്ന കുരങ്ങൻ എന്തിനാ ഏണി വെച്ച് കൊടുക്കുന്നേ, വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലല്ലേ? ഇത് ഇരിക്കട്ടെ, വീട്ടിൽ ചെല്ലുമ്പോൾ ആലോചിച്ചാൽ മതി. പുള്ളി പറയും, അല്ലാതെ തന്നെ കുരങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, കയറുന്നുണ്ട്. ഇനി ആ കയറുന്ന കുരങ്ങിന് ഏണയും കൂടി വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടെന്ന്. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഇനി എന്താക്കണ്ട, ഗ്യാസ് ആക്കണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വെറുതെ കൊണ്ട് പിശാചിന് മുമ്പിൽ എന്ത് ഇട്ട് കൊടുക്കണ്ട, പറ, ഇട്ട് കൊടുക്കണ്ട. ഇവന് എല്ലാ ദിവസവും ചാരുന്നത് യേശുവില്ല. അപ്പൊ ഈ മറ്റുള്ള 11 പേർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുമോ? 3.5 വർഷം പ്രതിസന്ധിയെ അതിജീവിച്ച് യോഹന്നാൻ യേശുവിൽ ചാരി. ഒരു സ്തോത്രം പറഞ്ഞത് ഈ മക്കളെ, എത്ര പ്രതിസന്ധി നിനക്കുണ്ടെങ്കിലും നീ ചാരം വന്നതാണെങ്കിൽ ചാരിയേക്കണം. ലോകം നിനക്ക് മുഴുവൻ എതിരാ നിന്നാലും, ലോകം നിന്നെ പഴിച്ചാലും, ലോകം നിന്നെ വെടക്കെന്ന് പറഞ്ഞാലും നീ പറ, മാറി നിൽക്ക് സഹോദര, എനിക്ക് ചാരാനുള്ളത് എൻ്റെ യേശുവിന്റെ മേലെ. ഹല്ലേലൂയ. ഞാന് സഹോദരന്മാരെ നിങ്ങളോട് ഒരു അരുളപ്പാട് പറയുന്നു. ആ ദൂത് നീ കേട്ടെടുത്തോ. 12 പേരിൽ ഒരുത്തനെ ചാരിയുള്ളൂ, ബാക്കി 11 പേർ ചാരിയില്ല. ചാരിയവന്റെ പ്രത്യേകത കാണണോ? ക്രൂസിന്റെ ചുവട്ടിൽ ഒരുവനെ ഉള്ളൂ ചാരിയവൻ നിൽക്കുക. യേശുവിനെ ചാരിയവൻ ക്രൂസ് വിട്ടു പോയില്ല. യേശുവിനെ ചാരിയവൻ ക്രൂസിന്റെ വേദനയും വിട്ട് അവൻ പോയില്ല. യേശുവിൽ ചാരുന്ന ദൈവ പൈതലേ, ക്രൂസ് വന്നാലും നീ അവനെ വിട്ട് പോവില്ല. അവന്റെ സാന്നിധ്യം നിന്നെ വിട്ടു പോവില്ല. ഇനി രണ്ടാമത്തെ പ്രത്യേകത, യേശുവിൽ ചാരിയ യോഹന്നാൻ ക്രൂസിന്റെ ചുവട്ടി കണ്ടു. 2, യേശുവിന്റെ മാർവിൽ ചാരിയ യോഹന്നാന് ക്രൂസിൽ ഒരഭയമില്ലാതില്ല. അമ്മയോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ. അതാ ചാരിയ പ്രശ്നം. ചാരിയാൽ നീ അനാഥനല്ല, നിനക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവും. യേശുവിൽ ചാരുന്ന നീ അനാഥനല്ല. യേശുവിൽ ചാരുന്ന നീ അനാഥനാകില്ല. കരമുയർച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ
രക്ഷകൻ. കൈകളിൽ ആ കൈയൊന്ന് അടിച്ചു പറഞ്ഞേ. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനി എന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനി എന്തിനാ. സിയോൻ സഞ്ചാരിയാൻ യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിയാൻ യേശുവിൽ ചാരിക പോകുന്നു കുരിശിന്റെ പാതയിൽ. 40 വർഷം ഇസ്രായേൽ മക്കൾ എവിടെയായിരുന്നു? പറ. മരുഭൂമിയിലായിരുന്നു. വല്ല കുറവുണ്ടായോ? വല്ല കുറവുണ്ടായോ? എന്തിനാ കുറവുണ്ടായ? സ്വത്രം ഒരു കുറവില്ല നടത്തിയില്ലേ? എന്താണ് കാര്യം? അവർക്ക് ചാരാൻ ഒരാളുണ്ടായിരുന്നു. നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഇത് പറയുമ്പോൾ ആനന്ദമില്ലേ? നമ്മളെയും ഈ ദൈവം നടത്തില്ലേ? ഇനി അടുത്ത പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ പറയുന്ന ഓരോ ദൂതും നിങ്ങളുടെ ഹൃദയത്തിൽ പതിയും. ഹൃദയത്തിൽ പതിയണം. ചില സമയത്ത് ദൈവം ചില മരുഭൂമികൾ അനുവദിക്കും. മരുഭൂമികൾ അനുവദിക്കും. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ചില സമയത്ത് ദൈവം ചില മരുഭൂമി എന്ത് ചെയ്യും? അനുവദിക്കും. അതെന്തിനാന്നറിയോ? നിന്നെ തകർക്കാനും കൊല്ലാനും ഒന്നുമല്ല. ദൈവത്തിന് നിന്നോടൊരു സ്പെഷ്യൽ കരുണയുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കും. ചേട്ടാ മനസ്സിലായോ? ദൈവം ചില സമയത്തൊരു മരുഭൂമി അനുവദിക്കുന്ന എന്തിനാന്നറിയോ? നീ അന്യനല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. നീ എന്റെ വിലയേറിയവനാ, നീ എനിക്ക് മാന്യനാ, നീ എന്റെ പക്ഷത്തുണ്ട്. നീ കുലുങ്ങിപ്പോകാൻ ഞാൻ അനുവദിക്കയില്ല എന്ന് നിന്നെ മനസ്സിലാക്കി തരേണ്ടതിന് ദൈവം ചിലത് അനുവദിക്കും. ഈ മക്കളെ, ഈ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം ആരായിരുന്നു? ബഹുസമ്പന്നൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് ഈ ബഹുസമ്പന്നൻ മനസ്സിലായി. ഇപ്പോഴത്തെ കാലഘട്ടം പറയാം, അദാനിയേക്കാൾ അംബാനിയേക്കാൾ സമ്പന്നനാര്? അബ്രഹാം. ശരിയല്ലേ? ശരിയല്ലേ? ആരുടെ വീട്ടിലാ 300 സെർവൻസ് ഉള്ള? ഏത് വീട്ടിലാ 300 ജോലിക്കാരുള്ള? അബ്രഹാമിന്റെ വീട്ടില് മുറ്റമടിക്കാനും പശുവിനെ കുളിപ്പിക്കാനും ഒട്ടകത്തെ തീറ്റിപ്പോറ്റാനും എത്ര പേരുണ്ട്? 300. ഇവിടെ ആഴ്ച ഒരു വട്ടം വന്ന് വീട് ക്ലീൻ ചെയ്യുന്ന ആന്റിക്ക് കൊടുക്കാൻ കാശില്ല. അപ്പോഴാ ഈ 300 എണ്ണത്തെ അല്ലേ പുള്ളിയുടെ ഗമ. പക്ഷെ ഈ പുള്ളിയെ ഒരു സഹോദരിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ആരാ പുള്ളി? ആരാ? ഹാഗാറ്. ഇനി ബഹുസമ്പന്നന്റെ നല്ല മനസ്സ് എന്തുകൂടി കൊടുത്തു? ഒരു തുരുത്തി വെള്ളം, പിന്നെ ഒരു കഷ്ണം അപ്പം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അബ്രഹാമിനോട്? നിങ്ങൾ വേഗം പറഞ്ഞാൽ എനിക്ക് വേഗം നിർത്താം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ അബ്രഹാമിനോട്? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഈ ഒക്കത്തിരിക്കുന്ന ഒച്ചാരുടെയാ? അബ്രഹാമിന്റെ. ഇയാളൊരു മനുഷ്യ ജാതിയാണെങ്കിൽ ഈ കൊച്ചെങ്കിലും ചാകാതിരിക്കാൻ ഇച്ചിരി ഫ്രൂട്ട്സ് എങ്കിലും കെട്ടി കൊടുക്കത്തില്ലേ? കൊടുക്കത്തില്ലേ? പക്ഷെ കൊടുത്തത് ഒരു തുരുത്തി വെള്ളവും
ഒരു കഷ്ണം അപ്പവും. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് അറിയില്ല. ചിലതൊക്കെ നിനക്ക് തരാത്തത് ദൈവം തടുത്തട്ടാ. ദൈവം സമ്മതിക്കാഞ്ഞിട്ടാ. ചിലതൊക്കെ ദൈവം നിനക്ക് തരാൻ അനുവദിക്കാത്തത്. ചില വ്യക്തികളിലൂടെ ചില നന്മകൾ നിനക്ക് തരാത്തത്, ചില അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വരാത്തത്, ചില വ്യക്തികളിലൂടെ ചില നന്മകൾ നിന്റെ കയ്യിൽ വരാത്തത്, അത് നന്മയ്ക്കാണ്. എന്തിനാണെന്നറിയാമോ? അതിനപ്പുറമായ ഒരു ദൈവീക വിടുതൽ ദൈവത്തിന് ഒരുക്കേണ്ടതിന് ചില വഴികൾ ദൈവം അടച്ചു കളയും. ദൈവം അടക്കും. ദൈവദാസനെ, ഇത് കുറിച്ചു വെച്ചോ. നിന്റെ വീട്ടിലും നിന്റെ ദേശത്തും നിന്റെ ചർച്ചക്കാരിലും കഴിവുള്ള പലരും നിന്നെ സഹായിക്കാൻ ഉണ്ടായിട്ടും അവരുടെ കരം മുഴുവൻ തടുത്തത് ദൈവത്തിന് നിന്നെ മരുഭൂമിയിൽ അതിശയകരമായി നടത്താൻ, അത്ഭുതകരമായി നടത്താൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, അവർക്കാർക്കും കാണാൻ കഴിയാത്ത വ്യത്യസ്തമായ അനുഭവത്തിലൂടെ ദൈവത്തിന് നിന്നെ നടത്താൻ. സ്വതന്ത്രം. ഈ മനഃപൂർവം ദൈവം ചില അനുഗ്രഹങ്ങളൊക്കെ ദൈവം തടുക്കും. ഞാൻ പറയുന്നത് മുന്നേ മനസ്സിലാവുന്നുണ്ടോ? മനഃപൂർവം ദൈവം ചില നന്മയൊക്കെ തടുക്കും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്ന ആൻസർ പറയുന്നവർക്ക് 1000 രൂപ തരാം. ഈ ജോസഫിനെ രക്ഷിക്കാൻ ഒരാൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആർക്കാന്നറിയാം? സമയം കഴിഞ്ഞു പോയി. പറയുന്നതിന് മുമ്പേ എന്ത് പറയണം? ആ ഉത്തരം പറയണം. അന്ന് സമയം ഡിലേ ആയിപ്പോയി. അടുത്ത ചോദ്യത്തിന് ഒരു അവസരം തരാം. അപ്പൊ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? രൂബേന്. കൊല്ലാനാ പ്ലാൻ ചെയ്തേ. എന്താ ചെയ്തേ? കൊല്ലാനാ പ്ലാൻ ചെയ്തേ. കൊല്ലാൻ പ്ലാൻ ചെയ്തവന്റെ നടുക്കോട്ട് രൂപൻ വീണിട്ട് പറഞ്ഞു, കൊല്ലണ്ട. എന്ത് ചെയ്യണ്ട? നമുക്കിവനെ എവിടെ ഇടാം? പറയുന്നു. എന്തിനായിരുന്നു? രക്ഷിക്കാൻ. ഇവന്മാരെല്ലാം കൂടി തിന്നാൻ പോകുമ്പോ ചേട്ടൻ ഇവനെ രക്ഷിക്കാൻ, ചേട്ടൻ ഇവനെ ഉദ്ധരിക്കാൻ. ഇവർ കഴിക്കാനിരിക്കുമ്പോ കുഴിയിൽ നിന്ന് ചേട്ടൻ അനിയനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. മക്കളെ, ഞാനൊരു സന്തോഷം പറയട്ടെ. അങ്ങനെ ഇട്ടു. ഇവന്മാരെല്ലാം കൂടി തിന്നാൻ പോയപ്പോ ചേട്ടൻ ചെന്നിട്ട്, മക്കളെ കേറ് ഓടിക്കോളാ വീട്ടിലോട്ടെന്ന് പറഞ്ഞ് ഓടിച്ചു വീട്ടിൽ വിട്ടിരുന്നെങ്കിൽ ഈ പുള്ളി എവിടെ പോവായിരുന്നു? വീട്ടിൽ പോവായിരുന്നു. എന്റെ ചോദ്യം, ആയുസിൽ ഇയാള് മന്ത്രിയാവുമായിരുന്നോ? ആവുമായിരുന്നോ? ഇനി ഇയാള് കിണറ്റി വീഴുമ്പോ ആരെങ്കിലും രക്ഷിക്കാനാണെങ്കിൽ ഇയാൾ എത്ര വർഷം കഴിഞ്ഞ മന്ത്രിയാവും? ആവോ? നീ ഈ കിണറ്റിൽ വീഴണം, അവര് നിന്നെ വിൽക്കണം. ഇതെല്ലാം ദൈവത്തിന്റെ പർപ്പസാ. ഇതെല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുക. അതിലൂടെ വേണം നിനക്ക് മന്ത്രി കസേര വരാൻ, അതിലൂടെ വേണം നിനക്ക് താക്കോല് വരാൻ, അതിലൂടെ വേണം നിനക്ക് അധികാരം കിട്ടാൻ. ഒരു ദൈവിക പർപ്പസ് ദൈവം ചെയ്തു വെച്ചിട്ടുണ്ട്, ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ മാത്രമേ നീ അവിടെ എത്തുകയുള്ളൂ. ആമേ. ഒരു മരുഭൂമിയുണ്ട്. എന്തുണ്ട്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയുന്നില്ല. മരുഭൂമിയിലൂടെ കടന്നു പോകാത്ത ഒരാൾ ഇതിനകത്തുണ്ടോ? ഇപ്പോഴും മരുഭൂമിയിലൂടെ അല്ലേ പോകുന്നേ, അല്ലേ? പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം, നീയും നിന്റെ കുടുംബവും നശിക്കത്തില്ല. ഉറപ്പാ നശിക്കത്തില്ല. കാരണം നീ ചാരിയിരിക്കുന്നത് സംഘടനയല്ല. ആര് കൈവിട്ടാലും കൈവിടാത്ത ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് വാക്ക് പറഞ്ഞ യേശുവിലാണ് നീ ചാരിയിരിക്കുന്നത്. നീ ചാരിയിരിക്കുന്ന ആരെയാ? മക്കളെ, മോനെ, ആ വാക്യം വന്നിട്ടേടാ. ഉൽപ്പത്തി പുസ്തകം
വേഗം വിട്ട് തന്നെ ഒരല്പം ഫാസ്റ്റായിട്ട് പോകണം. 21:14 അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാരിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി. അവർ ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. എവിടെ പോയി? ബേർശേബ മരുഭൂമി പോയി ഉഴന്നു നടന്നു. അടുത്തത് തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. ഒരല്ലെന്ന് പറഞ്ഞു. അപ്പന് വേണ്ടാത്ത കൊച്ചിനെ എന്തിനാ എനിക്ക് അമ്മയും ഇട്ടിട്ട് പോയി? ഒരല്ലെന്ന് പറഞ്ഞു. ഒരു സ്വത്രം പറ. കൊച്ചിനെ അവിടെ ഇട്ടു, കുറുങ്കാട്ടിൻ തണലിലിട്ടു. കുറുങ്കാട്ടിനാണ്. അപ്പൊ അവളെ എന്ത് ചെയ്യാണ്? അപ്പന് വേണ്ടാത്ത കൊച്ചിനെ എന്തിനാ എനിക്ക്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നല്ലൊരു വീഡിയോ കണ്ടു, എനിക്ക് ഇഷ്ടമായി. സഹോദരന്മാരുടെ ചില സമയത്തുള്ള ഈ ഡയലോഗൊക്കെ പൊളിഞ്ഞ ഒരു വീഡിയോ ആയ. ഭർത്താവിനോട് വഴക്കിട്ടിട്ട് ഭാര്യ ബാഗും എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പോക്കിൽ ഭർത്താവ് ചോദിച്ചു, എവിടെ പോണ്? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവും പോയി. ഭാര്യ ചോദിച്ചു, എവിടെ പോയി? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോണു. അപ്പൊ കൊച്ചിൻ്റെ അമ്മയെടുത്ത് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ. ഇനി ആയുസ് പെണ്ണുങ്ങൾ ഈ ആദ്യ വർത്താനം പറയില്ല. ആമേ അല്ലേ? മനസ്സിലായില്ല, ചിലർക്ക് ക്ലിക്കായില്ല. ഭാര്യയുമായിട്ട് വഴക്കിട്ടപ്പോ ഭാര്യ കെട്ടുപെടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നു. ഭർത്താവ് എവിടെ പോകുന്നു? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകുന്നു. അപ്പൊ പുള്ളി അകത്ത് കയറി പുള്ളി പെട്ടിയെടുത്ത് ഇറങ്ങി. അപ്പൊ ചോദിച്ചു, താനെവിടെ പോകുന്നു? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകുന്നു. അപ്പൊ പിള്ളേരുടെ അമ്മയെടുത്തോട്ട് പോട്ടെ. പിള്ളേര് കുറച്ച് കഴിഞ്ഞപ്പോ അവൾ ഓടി അകത്ത് കയറി. കാരണം എല്ലാരും അമ്മയെടുത്ത് പോകുന്നെങ്കിൽ പിന്നെ ഈ പിള്ളേരോടെ പോവാനാ. ഇത് വായിച്ചപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പന് വേണ്ടാത്ത കൊച്ചിന് എന്തിനാ ഈ പെണ്ണുമുള്ള ചുമക്കുന്നേ? അവര് കൊണ്ടൊരു കുറുങ്കാട്ടിലിട്ടു. അപ്പന് വേണ്ട, എനിക്കും വേണ്ട. വായിച്ചോ. അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അടുത്തത് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അടുത്തത് ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാരെ എന്ന് വിളിച്ചു അവളോട്. ഈ ചില അമ്മമാര് പറയുന്നത്, ഞാൻ എത്ര കരഞ്ഞിട്ടാന്നറിയാമോ നിനക്ക് ഈ ജോലി കിട്ടിയേ? നിങ്ങൾ അതുമാത്രം ഞങ്ങളുടെ കരച്ചിലൂടി ഒന്ന് കാണും അല്ലേ? എല്ലാ അമ്മമാരുടെ കരച്ചിലല്ല ചിലരൊക്കെ രക്ഷപ്പെട്ടെ, ചിലര് അവരുടെ കരച്ചില്ല രക്ഷപ്പെട്ടെ. നിങ്ങൾ എന്നാ മിണ്ടാത്തെ അല്ലേ? ഇവിടെ ആരുടെ കരച്ചിൽ കണ്ടെന്നാ? ബാലന്റെ കരച്ചിൽ. ഒരല്ലെന്ന് പറഞ്ഞ്. അപ്പൊ ബാലന്മാരോട് എനിക്കൊരു ദൂതുണ്ട്. ഇവര് കരയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കരഞ്ഞാൽ ഇവര് കാണാത്ത വിടുതൽ നിങ്ങൾ കാണും. ബാലന്റെ കരച്ചില് ഹോവ കേട്ടു. വിട്ടോ. അടുത്തത് ഹാഗാരെ നിനക്ക് 19 ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. എന്തിനാ ഹാഗാരെ ദൈവം മരുഭൂമിയിലൂടെ വിട്ടത്? മരുഭൂമി ദൈവം അനുവദിച്ചത് മരുഭൂമിയിൽ എനിക്ക് വേണ്ടി അതിശയം ചെയ്യുന്ന, അത്ഭുതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി തുറക്കുന്ന, ഒരിക്കലും അടയാത്ത ഒരു നീരുറവ തുറക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവം തെളിയിക്കേണ്ടതിന് മരുഭൂമി ദൈവം അനുവദിച്ചത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, മരുഭൂമിയാണോ നിന്റെ ജീവിതത്തിൽ? മരുഭൂമി സമാനമായ ജീവിത പാതകൾ നീ പിന്തുടരുന്നുണ്ടോ? ദൈവം നിന്നോട് പറയുന്നു, ഈ മരുഭൂമി എന്തിനാണെന്നറിയാമോ? തുരുത്തി നിറക്കാനല്ല, ഒരു ഉറവ തരാൻ. ആരോടൊക്കെ ദൈവം പറയുന്നു, തുരുത്തിയല്ല, ഒരു ഉറവ തരാൻ, ഒരു ഉറവ തുറന്നു തരാൻ ദൈവത്തിന് ഇന്ന് നിന്റെ മേലൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈ ദൂത് നിങ്ങൾ കേട്ട് ദൈവത്തിന് നന്ദി പറയണം. അബ്രഹാം കൊടുത്ത തുരുത്തിയില്ലേ, അത് ലിറ്റർ കണക്കേ ഉള്ളൂ. ഒരുപക്ഷെ 1 ലിറ്റർ, ഒരുപക്ഷെ 10 ലിറ്റർ. എന്നാൽ മരുഭൂമി വന്നപ്പോൾ ലിറ്റർ കണക്കല്ല, ഉറവയാ ദൈവം തന്നത്. ഇന്ന് പകൽ ആരോട് പറയുന്നു, ഈ മരുഭൂമി നിനക്കൊരു ഉറവ തരാൻ പോകുക. ഈ മരുഭൂമി ഒരു ഉറവ തുറക്കാൻ പോകുക. ആരോടെ വേണ്ടവർ ഇന്ന് കയറി പിടിച്ചോ, ആവശ്യമുള്ളവർ കയറി പിടിച്ചോ. ദൈവം
നിന്നോട് പറയുന്നു, ഈ മരുഭൂമി യാത്ര, ഈ പ്രശ്ന സങ്കീർണമായ ഈ യാത്രയിൽ ദൈവം നിനക്ക് ഉറവ്. മരുഭൂമി സമാനമായ വിഷയങ്ങൾ ഇവിടെ കടന്നു പോകുന്ന ദൈവ പൈതല്, നിന്നോട് പരിശുദ്ധന പറയുന്നു, തുരുത്തിയല്ല നിന്റെ കണ്ണ് തുറന്ന് ഈ മരുഭൂമിയിൽ നിനക്കൊരു ഉറവ് തുറക്കുന്നത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. കാരണം മരുഭൂമിയിൽ നിനക്ക് ചാരാൻ ഒരു പ്രിയനുണ്ട്. മരുഭൂമി ചാരാൻ നിനക്കൊരു പ്രിയനുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. ഓ, മരുഭൂമിയിലൂടെ പോകുന്ന ദൈവസഭ, നിനക്ക് ചാരാൻ ഒരു ദൈവമുണ്ട്. സ്വത്രം 2:2 വേഗം. 1 രാജാക്കന്മാർ 19:4-7. 1 രാജ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചയുടെ തണലിലിരുന്ന്. ദൈവമക്കളെ, ഏലിയാവിന്റെ ചരിത്രമാ. ഏലിയാവിനെ കുറിച്ച് പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇസ്മേലിയ വംശകനായിരുന്നെന്നൊക്കെയാ പറയുന്നേ. കൂടുതൽ ചരിത്രമൊന്നും ഏലിയാവിനെ കുറിച്ചില്ല. തിസ്ബിയിൽ നിന്നും തിസ്ബീനായി ഏലിയാവെന്നേ ഉള്ളൂ വേദപുസ്തകത്തിൽ. ആരുമാകട്ടെ, ശക്തനായ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി നിന്ന മനുഷ്യൻ. പക്ഷേ വിഷയം എന്നാന്നറിയോ? അന്ന് രാജ്യം ഭരിക്കുന്നത് ആഹാബ്. ആഹാബിന്റെ ഭാര്യ ആരാന്നറിയോ? സീദോന്യക്കാരി, സീദോന്യ രാജ്ഞി ഈസബേൽ. ആസൽ പിശാചിന്റെ പ്രതീകം. വെല്ലുവിളിയ ഏലിയാവിനെതിരെ. ആശാൻ ഓടി. എവിടം വരെ ഓടി? താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിരുന്നു മരിപ്പാനിച്ഛിച്ചു. ദൈവമക്കളെ, മരുഭൂമി നിന്റെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരും. മരുഭൂമി മരിക്കണമെന്നുള്ള ചിന്ത കൊണ്ടുവരും. മരുഭൂമി ഇനി ജീവിക്കണ്ട, ഇനി വയ്യ, ഇനി മുന്നോട്ട് വഴിയില്ല എന്നൊക്കെ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നാലേ ദൈവം ഈ മരുഭൂമി അനുവദിച്ച എന്തിനാണെന്നറിയോ? ഉലകത്തിൽ ആർക്കുമില്ലാത്ത ഒരു ദൂതന്റെ ബന്ധം, ഒരു ദൂതന്റെ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ തരാനാ ദൈവം മരുഭൂമി അനുവദിച്ചത്. ഇന്ന് പകൽ കരമുയർച്ച് ദൈവത്തെ സ്തുതിച്ചു പറ. അവിടെ മോനെ അടുത്ത വാക്യം വായിച്ച്, അതിന്റെ 5-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി. അങ്ങനെയാണ് ഞാൻ 1-ാമത് പറഞ്ഞു, എന്തിനാ മരുഭൂമി? ആർക്കുമില്ലാത്തൊരു ഉറവ നിനക്ക് തുറക്കാൻ. എന്തിനാ 2 മരുഭൂമി? ഇവിടെ വായിക്കുകയാണ്, മറ്റാർക്കുമില്ലാത്തൊരു ദൈവീക സംസർഗം, ഒരു ദൈവീക ബന്ധം, ഒരു ദൈവീക കണക്ഷൻ ദൈവം നിനക്ക് തരാൻ വേണ്ടി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തോത്രം. ഞാന് ഒരു സാക്ഷ്യം കേട്ടു, ഒത്തിരി ബലപ്പെട്ടു. മറ്റാരുമല്ല, നമ്മുടെ കൂടെയുള്ള തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോസിയുടെ സാക്ഷ്യമാണ്. ജോസി പാസ് കേൾക്കണോ? കർത്താവിന്റെ ദാസൻ അബുദാബിയിൽ ഒരു മീറ്റിങ്ങിന് പോയി. അബുദാബി മീറ്റിങ്ങിന് പോയിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? അവിടെ നിന്ന് അബുദാബി ടൗണിൽ നിന്ന് മുസ്തഫ എന്ന് പറയുന്ന ഒരു മരുഭൂമിയുടെ അകത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി വരുന്ന വഴിക്ക് ഏതൊരു വണ്ടി കിട്ടി. ആ വണ്ടിയെ കയറി അവര് കൊണ്ടൊന്ന് മരുഭൂമിയിൽ ഇറക്കിയിട്ട് പോയി കളഞ്ഞു. ഭാഷ അറിയില്ല, അതുവഴി വണ്ടിയൊന്നുമില്ല. ആകപ്പാടപ്പെട്ടു. നട്ടുച്ചക്ക് നല്ല ഈന്തപ്പഴം പഴുക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ചൂടിൽ ഈ പാവം മനുഷ്യൻ ആ മരുഭൂമി പെട്ടുപോയി. ദീർഘദൂരം ഹൈവേ കൂടി നടന്നൊരു വണ്ടി കാത്ത്. വണ്ടി ഒന്നും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ 2 സൈഡും നീണ്ടു കിടക്കുന്ന ഈ മരുഭൂമിയും ചുട്ടുപൊള്ളുന്ന റോഡും നടന്ന് ഈ മനുഷ്യന് ഡിപ്രഷനായി. ഓർമ്മ പോകാൻ തുടങ്ങി, കൈയും കാലും വിറക്കാൻ തുടങ്ങി. തനിക്ക് താൻ നിൽക്കുന്ന സ്ഥലം മറന്നുപോയി. തന്റെ ഓർമ്മശക്തി എല്ലാം പോയി. നിമിഷ നേരം കഴിഞ്ഞപ്പോ തന്റെ ഉള്ളിൽ മനസ്സിലായി, ഞാൻ ഇവിടെ മരിച്ചു പോകും. ഒറ്റ വണ്ടിയില്ല. തന്നോട് പറഞ്ഞതാ, പാസേ
നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടു. എല്ലാം ഞാൻ കണ്ടു. ഞാൻ ഗവനിച്ച ഞാൻ മരിച്ചു. കാരണം കുടിക്കാൻ വെള്ളമില്ല. നടന്ന് ഞാൻ ക്ഷീണിച്ചു. നട്ടുച്ചയ്ക്ക് ഞാൻ വീണ് മരിക്കുമെന്ന് കണ്ടപ്പോൾ എനിക്ക് ഡിപ്രഷനായി. എൻ്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. തണലെന്ന് പറയാനൊന്നുമില്ല. ഞാൻ ആ റോഡിന്റെ സൈഡിലിരുന്ന് വാവിട്ട ദൈവത്തോട് കരയുക, ദൈവമേ ഞാനിവിടെ മരിച്ചു പോവും, ഒരാളില്ല എന്നെ രക്ഷിക്കാൻ. കുറച്ചു കഴിഞ്ഞപ്പോ തന്റെ ഓർമ്മയും പോയി. താൻ പിന്നെ കാണുന്നത് തന്നെ ഒരു വണ്ടിക്കകത്ത് എടുത്തു കയറ്റി കൊണ്ടുവന്ന് താമസിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇറക്കുമ്പോ തനിക്ക് ഈ ഓർമ്മയൊന്നുമില്ല. എന്നോട് ജോസ് പറഞ്ഞ ഭാഷ, ഞാൻ ഡിപ്രഷനായി പോയി, എൻ്റെ ഓർമ്മയെല്ലാം പോയി. പക്ഷെ ആരാ എന്നെ രക്ഷിച്ചത്? ആരാ എന്നെ കൊണ്ടുവന്നേ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയേ? എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഓസിക്ക് എന്ത് തോന്നുന്നു? പക്ഷെ അതൊരു ദൈവദൂതനാ. എത്ര ദിവസം എടുത്തെന്നറിയാമോ ആ ദൈവ മനുഷ്യൻ അതിനകത്തൊന്ന് റിക്കവറായി പുറത്തു വരാൻ? ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ഞങ്ങൾ കിട്ടുമ്പോഴൊക്കെ കൗൺസിൽ ചെയ്തു. ഒത്തിരി നാളെടുത്തു അതിനകത്തുനിന്ന് ആ മനുഷ്യൻ പുറത്തു വരാൻ. പക്ഷെ താനോട് പറഞ്ഞ മരിച്ചു പോകേണ്ടതാ. പക്ഷെ ദൂതൻ എന്നെ താങ്ങി. ഈ മരുഭൂമി നിന്നെ തകർക്കത്തില്ല. നിനക്ക് ചാരാൻ ഒരുവനുണ്ട്. നിന്നെ ദൂതനെ അഴച്ച് ദൈവം നിന്നെ വിടുവിക്കും. എലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആമേൻ. ഞാന് നിങ്ങളെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങളോട് ഒരു അരുളപ്പാട് പറയുക. ഇത് വെറും അന്യഭാഷ പറഞ്ഞ പ്രവചനമല്ല, വചനത്തിലൂടെ ഒരു ദൂത പറയുക. മോനെ, അതിന്റെ 7-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഈ മരുഭൂമിയുടെ അവസ്ഥ കഴിയുമ്പോൾ, ഈ മരുഭൂമിയുടെ സാഹചര്യം കഴിയുമ്പോൾ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നീ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില ദൂരയാത്രകൾ, അനുഭവങ്ങൾ ദൈവം നിനക്ക് ഈ മരുഭൂമിയുടെ പുറകിൽ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു പറ. ഈ മരുഭൂമി ദൈവം മാറ്റും. ഈ മരുഭൂമി ദൈവം എടുത്തു കളയും. ഈ മരുഭൂമിക്കപ്പുറം ഒരു ദൂരയാത്ര എനിക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ മരുഭൂമി എനിക്ക് അനുഗ്രഹമായെന്ന്? ഏലിയാവേ, ഈ മരുഭൂമിയിലല്ലേ നീ ചാകാൻ നോക്കിയത്? മാമേ ഏലിയാവേ, ഈ മരുഭൂമിയിലല്ലേ എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞത്? ഈ മരുഭൂമിയിലല്ലേ ഞാൻ വീഴുമെന്ന് പറഞ്ഞത്? നീ മരിക്കുമെന്ന് പറഞ്ഞ മരുഭൂമി നിനക്കൊരു യാത്രയുടെ ഇടമാക്കി ദൈവം മാറ്റി. ആരോടോ ദൈവം പറയുന്നു, നീ മരിക്കത്തില്ല. ഒരു മരണശക്തിയോ നിന്നെ തൊടത്തില്ല. ഒരു അന്ധകാര ശക്തിയോ നിന്നെ തൊടത്തില്ല. നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാര വ്യാപാര ശക്തികൾ ഈ മരുഭൂമി പ്രയാണത്തിൽ നിന്നെ തൊടുകയില്ല. അതിശയമായി, ഭയങ്കരമായി നിന്നെ നടത്താൻ ദൈവം കുഞ്ഞേ മരുഭൂമി അനുവദിക്കും. മരുഭൂമി സമാനമായ അനുഭവങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങൾ കുറിച്ചിട്ടോ, അത് തമ്പുരാൻ ചെയ്യും. ഇനി തിരുമേശ എന്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി നീട്ടാതെ അടുത്തൊരു വിഷയം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരുഭൂമി പോരാട്ടത്തിന്റെ ഇടമാണ്. മരുഭൂമി പരീക്ഷയുടെ ഇടമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ പിന്നെയും കടൽക്കര വെച്ച് 4:1 അനന്തരം. 4:1 മത്തായി 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ്
അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ചില സമയത്തെ ഈ മരുഭൂമി നിനക്കൊരു പരീക്ഷയുടെ ഇടവാ. ചില സമയത്തെ ഈ മരുഭൂമി ഒരു പരീക്ഷണ ഘട്ടമാണ്. പേടിക്കണ്ട കേട്ടോ. ഒരു ശോധനയുടെയാ, ഒരു പോരാട്ടത്തിന്റെ ഇടവാ. എന്ത് മരുഭൂമി കാണിച്ചു തരട്ടെ. പോരാട്ടത്തിന്റെ ഇടവാന്ന് ലൂക്കോസിനടുത്തേ, മർക്കോസ് 1:13 വായിച്ചാൽ മതി. മർക്കോസ് 1:13. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. അപ്പോ മരുഭൂമിയിൽ യേശു ആരോടൊപ്പമായിരുന്നു? മരുഭൂമി പോരാട്ടത്തിന്റെ ഇടമാണ്. ഒരു മരുഭൂമിയുടെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിവിധ മേഖലകളായിരിക്കും. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി. ഒരല്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ഒരുമിച്ച് വണ്ടി പിടിച്ചു വരും. ഒരു സ്വതം പറഞ്ഞ ചില സമയത്ത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാവും. അപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ജോലി വിഷയമാകും. അപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വിഷയം. ഒന്ന് വേണ്ട, നിങ്ങൾ എന്റെ ഭാഷ പറഞ്ഞാൽ കൊച്ചി ഭാഷ നട്ടം തിരിയും നിങ്ങൾ. അതുപോലൊരു പരീക്ഷണ ഘട്ടത്തിൽ നിങ്ങൾ മരുഭൂമി വരും. അതൊരു പോരാട്ടമാണ്. മരുഭൂമി എന്താ? പോരാട്ടത്തിന്റെ. യേശു ആരോടൊപ്പമായിരുന്നു? കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. എന്നാലേ റോമൻ സംഭാഷേ അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ ഒന്ന് വായിച്ചു തരണേ. എന്താണെന്നറിയോ? യേശുവിന് ഈ മരുഭൂമി എന്തിനു അനുവദിച്ചെന്നറിയാമോ? അടുത്ത വാക്യം വായിച്ചാൽ മതി. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ദൂതന്മാരെന്ത് ചെയ്തു? ഈ മരുഭൂമിയിലും നീ പോരാട്ടത്തിന് നടുവിലായിരിക്കുമ്പോഴും ഒരാളും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്നെ ശുശ്രൂഷിക്കാൻ ദൂതന്മാരുണ്ടാകും. നല്ലൊരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ദൂത സാന്നിധ്യം നിനക്ക് ചുറ്റുമുണ്ടാകും. നിന്നെ കൈവിടാതെ നിന്നെ ശുശ്രൂഷിക്കാൻ. ലാസ്റ്റ് 2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊരു 12:15 തിരുമേശയിലോട്ട് കയറണം. ആമേൻ. ലൂക്കോസ് 3:2. ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. എന്തിനാ മരുഭൂമി ദൈവം അനുവദിക്കുന്നേ? പറ. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്കും പ്രസംഗിക്കാം. ഒന്ന് വായിച്ചേ, ആ വാക്യം വായിച്ച അവസാന വാക്യം. എന്തിനാ മരുഭൂമി ദൈവം അനുവദിച്ചേ? ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അരുളപ്പാട് കിട്ടാനാ. ഇന്നലെ വരെ ഇല്ലാത്ത അരുളപ്പാട് നിനക്ക് കിട്ടണമെങ്കിൽ ആ ദൈവം മരുഭൂമി അനുവദിക്കുന്നേ. മരുഭൂമിയിലൂടെ നടന്നാലേ നിനക്ക് എന്ത് കിട്ടൂ? അരുളപ്പാട് കിട്ടൂ. പട്ടുമത്തെ കിടക്കുന്നവൻ അരുളപ്പാടില്ല. ആമൻ. വലിയ സുഖലോഭിയായി ജീവിക്കുന്നവൻ അരുളപ്പാടില്ല. അരുളപ്പാട് ലഭിക്കാൻ ദൈവം നിന്നെ മരുഭൂമിക്ക് സമമായ വിഷയത്തിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. അതെന്തിനാണെന്നറിയാമോ? ഇന്ന് വരെ ഇല്ലാത്ത വെളിപ്പാട്, ഇന്ന് വരെ ഇല്ലാത്ത അരുളപ്പാട് ദൈവം നിനക്ക് തരേണ്ടതിന് ദൈവം നിന്നെ കൊണ്ടുപോകും. ഒരു സ്തോത്രം ചെയ്തേ. ഞാന് 3 കാര്യം പറയാം. യെശയ്യാവ് ഒരിടത്തും, മലാക്കി 2 യോഹന്നാൻ വരുമെന്ന് പ്രവചിച്ചു. കേട്ടോ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, ഞാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. യെശയ്യാവ്. മലാക്കി പറയുന്നു, കേട്ടോ ഒരുത്തൻ. എന്നാൽ മലാക്കി 3 പറയുന്നു, ഞാൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എലിയാവിന്റെ ആത്മാവോടുകൂടെ ഒരുത്തൻ വരും. എലിയാവിന്റെ ആത്മാ, അത് യോഹന്നാനെ കുറിച്ചാണ്. അങ്ങനെ വരുമെന്ന് 3 പ്രവചനം ഉണ്ടായിട്ടും യോഹന്നാനെ ദൈവം നടത്തി മരുഭൂമിയിൽ. എത്ര പ്രവചനം നിന്നെ കുറിച്ചുണ്ടെങ്കിലും നിന്നെ ഒരുക്കി എടുക്കണമെങ്കിൽ ഒരു മരുഭൂമി വേണം. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു മരുഭൂമി സമമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങളെ കൊല്ലാനല്ല, നിങ്ങളെ തകർക്കാനല്ല, വഴികാട്ടാൻ. ഹോശയ്യ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കണമെന്നില്ല. വേണോ?
അറിയാമെങ്കിൽ നിങ്ങൾ പറയണം. ഹോശയ്യയിലൊരു വാക്യമുണ്ട്, എല്ലാവരും എടുത്തു പറയുന്ന ഒരു വാക്കാണ്. ഞാൻ നിങ്ങളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോകും? മരുഭൂമി കൊണ്ടുപോകും. വശീകരിച്ച് മരുഭൂമി. കർത്താവ് പറയാ, നിന്നെ ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി. അതെങ്ങനെയാ? നല്ല ബിസിനസ്, നല്ല സ്മൂത്തായി പോകുന്ന നിങ്ങളെ പെട്ടെന്ന് എല്ലാം അടച്ച് പൊട്ടിച്ച് ആരോ നിങ്ങളെ കൊണ്ട് എവിടെ എത്തിച്ചു? ഇപ്പൊ നിങ്ങൾ പറയാ, ഞാൻ എങ്ങനെ ഇവിടെ വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. മോനെ ആ വാക്യം ഒന്ന് ഇവർക്കൊന്ന്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. അവരോട് കൃത്യമായി എന്ത് ചെയ്യും? സംസാരിക്കും. അടുത്ത വാക്യം, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും ഞാൻ വശീകരിച്ച് എവിടെ കൊണ്ടുപോകും? മരുഭൂമി. അപ്പോ ഈ സാഹചര്യമൊക്കെ മാറി, പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി, ഒരു മരുഭൂമിക്ക് സമാനമായ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആരും കുലുങ്ങണ്ട. നിന്നോട് ദൈവത്തിന് സംസാരിക്കാനാണ്. ദൈവത്തിനോട് നിങ്ങൾ ഒറ്റക്ക് കിട്ടാനാ ഈ മരുഭൂമി, തനിച്ച് കിട്ടാനാ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വതന്ത്രം. നിങ്ങളെ പ്രാർത്ഥിക്കാം അല്ലേ? ഒരു ഭയങ്കര ബഹളമുള്ളൊരിടത്ത്, ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. എവിടെ? ബഹളമുള്ളിടത്ത്. നീ വന്നിടാ ആരെങ്കിലും പാ. അപ്പൊ ഇവിടെ മൊത്തം ബഹളമാ. അപ്പൊ ഞാൻ നിന്നോടൊരു കാര്യം പറയാ, നീ അപ്പൊ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പിന്നെയും പറയുന്നു. അപ്പൊ നീ പറയാണ്, പറ, കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോ വെയിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ എന്താണ്ടൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞിട്ട് കേട്ടായിരുന്നോ? അവിടെ കൊണ്ട് പറഞ്ഞപ്പോ കേട്ടോ? ഇതിനാ നിന്നെ ഒറ്റക്കാക്കുന്നേ.